നമസ്കാരം. ഇന്ന് പൊരുത്തം നോക്കാൻ സാധാരണ വരുന്നത് പണ്ട് പൊരുത്തത്തിന് വലിയ പ്രാധാന്യമായിരുന്നു. ഇന്നും പ്രാധാന്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ന് മറ്റുള്ള വീട്ടുപരമായിട്ടുള്ള നമ്മൾ പൊരുത്തങ്ങളെ നോക്കും. അതായത് എന്താ പറയാ, മനപ്പൊരുത്തം തന്നെയാണ് ഏറ്റവും വലുത്. മനപ്പൊരുത്തം നന്നെങ്കിൽ മറ്റെല്ലാം വിവർജിയൽ എന്ന് പറയുന്നത്. അതായത് മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം. പക്ഷെ അതിലും നമുക്ക് വീഴ്ചകൾ വരുത്താം. അത് സ്വാഭാവികമായിട്ടുണ്ടാവല്ലോ. നമ്മൾ വീടാവുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കല്ലോ. ഈ 10 പൊരുത്തം ഉണ്ടാവുമ്പോൾ നമ്മൾ 10 പൊരുത്തമല്ല, പൊരുത്തങ്ങൾ അനവധിയുണ്ട്. അതിൽ ആയവ്യയ പൊരുത്തം എന്ന് പറയും. നമുക്ക് എന്താ പറയാ, ഈ കുട്ടി നമ്മുടെ വീട്ടിൽ വന്നിട്ട് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ, അത് ആ കുട്ടി വന്നുകൊണ്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ശോഭനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതോ ഈ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നശിച്ചു പോകുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ വരുമാനം നിലയ്ക്കുമോ, നമുക്ക് ആയവ്യയപ്പെടുത്താം. അങ്ങനെ പൊരുത്തങ്ങൾ ഒരുപാടുണ്ട്. ഈ എല്ലാവരും പറയും 10 പൊരുത്തം. 10 പൊരുത്തമല്ല, 10 പേര് പൊരുത്തമുണ്ട്. ഈ പൊരുത്തങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട കുറെ പൊരുത്തങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. ഏറ്റവും ആദ്യം പൊരുത്തങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ ഭേദപ്പൊരുത്തം, രജ്ജുപൊരുത്തം, ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചേർക്കില്ല. ഈ ദശാസന്ധി, ഈ വക കാര്യങ്ങൾക്ക് നമ്മൾ എന്തായാലും നമ്മൾ വേണ്ട പറയുമ്പോൾ ഓരോ പൊരുത്തത്തിനും അതിൻ്റെതായ പ്രസക്തി ഉണ്ട്. എങ്കിൽ 10 പൊരുത്തം ഒരിക്കലും കിട്ടില്ല. കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ 10 പൊരുത്തം കിട്ടിയാലും അവിടെ ഒരുമിച്ച് ജീവിക്കില്ല. അപ്പൊ അങ്ങനെയാണ് കണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഏറ്റവും നല്ലത് മനപ്പൊരുത്തം തന്നെയാണ്. പിന്നെ ആ പൊരുത്തങ്ങളിൽ വിശ്വസിക്കുകയും ആ പൊരുത്തത്തിനും വെച്ച് നമ്മളെ വിവാഹം കഴിച്ചാൽ നമ്മൾ പൊരുത്തം നോക്കി ഇത്ര പൊരുത്തമുണ്ട് ആ കുട്ടി. അപ്പോൾ ഒരു മാനസികമായിട്ടൊരു നല്ല പൊരുത്തമുള്ള ഒരു വിവാഹമാണ് അത്. അങ്ങനെയുള്ള ഒരു രീതിയിൽ അവര് ജീവിക്കും. കുറച്ചൊക്കെ മനസ്സുകൊണ്ട് വരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മനസ്സുകൊണ്ട് തന്നെ എടുക്കും. അത് നല്ല രീതിയിൽ ജീവിക്കും എന്നുള്ള അവർക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്താണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല ചേർച്ചയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് സ്വയം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ പൊരുത്തങ്ങളൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ട് ഈ എന്താ പറയാ, മറ്റുള്ള പൊരുത്തങ്ങൾ നോക്കുകയും ഈ മാനസികമായി പൊരുത്തപ്പെടുകയും അവർ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റിയ കുട്ടിയാണോ, നല്ല എഡ്യൂക്കേഷൻ കുട്ടിയാണോ, നല്ല വീട്ടുകാരാണോ, പൊരുത്തപ്പെടാവുന്ന വീട്ടുകാരാണോ, ഇതൊക്കെ നോക്കിയിട്ട് അതൊക്കെയാണ് നമുക്ക് ചേർത്ത് നോക്കേണ്ട കാര്യങ്ങൾ. അതൊക്കെ ചെയ്യുന്ന വെച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാം പൊരുത്തപ്പെട്ട് നമുക്ക് ജീവിക്കാൻ ഒരു കുട്ടിക്ക് കഴിയും കേട്ടാ.